സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിന് വളരെ ദയനീയമായ ഒരു പരാജയം ഉണ്ടായി. ദയനീയം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ അത് ഒരുപക്ഷെ അപമാനകരമായേക്കാം. അത്രത്തോളം വലിയ ഒരു തോൽവിയാണ് LDF ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവുമെല്ലാം ഒരു കക്ഷിക്കും ഒരു കാരണവശാലും ശാശ്വതമായിരിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തോക്കുന്നവർ നാളെ ജയിച്ചേക്കാം, ഇന്ന് ജയിച്ചവർ നാളെ തോറ്റേക്കാം. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യം തന്നെയാണ്, ജനവിധിയെ മാനിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇത്രയും നാണം കെട്ട ഒരു തോൽവി, രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റോടു കൂടിയാണ് അധികാരത്തിൽ വന്നത്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ 99 സീറ്റ് എന്നുള്ളത് കേവലം 35 സീറ്റിലേക്ക് മാറുന്നു. അവിടെ തന്നെ CPM 28 സീറ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇത്രത്തോളം ദയനീയമായ ഒരു പരാജയം സംഭവിച്ചപ്പോൾ ഇടത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI മുറുമുറുപ്പ് വ്യക്തമാക്കിക്കൊണ്ട് അവർ പുറത്ത് വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം അവരെല്ലാവരും എടുത്തു പറഞ്ഞു, അതായത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം അടക്കമുള്ളവർ പിണറായി വിജയന് നേരെ വാളോങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും നീതിയുക്തമല്ലാത്ത പെരുമാറ്റ ശൈലിയും തന്നെയാണ് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയത്. ഭരണം നഷ്ടമായതും തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വലിയ പരാജയം ഏറ്റുവാങ്ങിയതും അത് തന്നെയാണ്. കൂടെ മറ്റൊന്നുകൂടി അവർ ചേർത്ത് പറഞ്ഞു, CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ധാർഷ്ട്യം കലർന്ന അഹങ്കാരം കലർന്ന പ്രസംഗങ്ങളും പരിപാടികളും CPM വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. MV ഗോവിന്ദൻ എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ചുരുങ്ങിയത് 100 വോട്ടുകളെങ്കിലും ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ ഇടപെട്ടിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചിരിക്കുന്നത്. അത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന്റെ വോട്ട് കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടാണ് പിണറായി വിജയന് ആ സ്ഥാനം കിട്ടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ LDF നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെയും ഉപനേതാവായി മുൻ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലിനെയും തെരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. ഇത് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് CPI പറഞ്ഞത്. പ്രതിപക്ഷ ഉപനേതാവായി സ്ഥാനം അത് CPIക്ക് അവകാശപ്പെട്ടതാണ്. ഒരു കാരണവശാലും അത് തരാൻ CPM തരാൻ പറ്റില്ല. CPM അത് കൈയടക്കി വെച്ച വലിയേട്ട മനോഭാവത്തോടു കൂടി നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പ്രതികരിക്കും എന്നാണ് ബിനോയ് വിശ്വം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷ MLA യോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. ഈ യോഗം വിളിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകിക്കൊണ്ടുള്ള ഒരു നടപടി എടുത്താൽ മാത്രമേ അതിന് നിൽക്കുകയുള്ളൂ എന്നാണ് CPI പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും CPM വെട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് CPIയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി ക്രമം ഉണ്ടായിരിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് വിലപേശി നിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ CPI ഇങ്ങനെയൊരു പിടിവാശി കാണിക്കുന്നതിൻ്റെ പിറകിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയം സാധാരണക്കാർക്കുണ്ട്. എന്താണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ആസനം താങ്ങികളായി നിന്ന് പിണറായി വിജയൻ ചെയ്യുന്ന ജനവിരുദ്ധമായ നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങൾക്കും കൂടെ പിടിച്ച് അവസാനം തകർന്ന് തരിപ്പണമായി ഭരണം നഷ്ടപ്പെട്ടപ്പം വിലയിരുത്തിയപ്പോൾ തങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ പിണറായി വിജയൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കൂടെ നിന്നതാണ് തങ്ങളുടെ ഈ പരാജയത്തിന് കാരണം. ഇനിയും അതേ പരാജയം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ CPIയുടെ വേറിട്ട ശബ്ദം കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ബിനോയ് വിശ്വം അടക്കമുള്ള CPIയുടെ അംഗങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നിന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ CPI എന്നുള്ള പ്രസ്ഥാനം തന്നെ ഇല്ലാതാകും. ഇപ്പോൾ 8 MLAമാരാണ് അവർക്കുള്ളത്. 26 MLAമാർ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്, 1 MLA LJDക്കുണ്ട്, അപ്പോൾ RJDക്കുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ രണ്ടാമതും ശക്തമായി തിരിച്ച് കേരളത്തിൽ CPI വളരണമെങ്കിൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും
തങ്ങളുടെ നിലപാടുകൾ കൃത്യമായിട്ട് ശക്തമായിട്ട് അവതരിപ്പിക്കുകയും അതിന് അവിടെ നിയമസഭയിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ആനുകൂല്യം കിട്ടാമെന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായിട്ട് CPI ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് പിണറായി വിജയനും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതികൾക്കെതിരെ മിണ്ടിയിട്ടേയില്ല. മുമ്പ് CK ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. വെളിയം ഭാർഗവൻ അതേപോലെയായിരുന്നു. മുഖം നോക്കാതെയുള്ള അവരുടെ ശക്തമായ നിലപാട് കൊണ്ടാണ് CPI നിലനിന്നത്. അല്ലെങ്കിൽ CPI എന്നോ അടച്ചു പൂട്ടി കാലാകാലത്ത് ഇല്ലാതാവുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ആ പാർട്ടി അതേ നിലവാരത്തിലേക്ക് പോവുകയും, അതായത് പിണറായി വിജയൻ എന്ത് പറയുന്നു അത് ഒപ്പിട്ട് കൊടുക്കുക, റബ്ബർ സ്റ്റാമ്പ് ആവുക എന്നുള്ള നിലയിലേക്ക് അവർ പോയി. ആ പോയതാണ് എന്തായത്, അത് ഇപ്പോൾ നാശത്തിന്റെ വക്കത്തിലേക്ക് എത്തിയത്. അമ്മയെ കൃത്യമായി പിണറായി വിജയനെ നിയന്ത്രിക്കുകയും ഇത്തരം അഴിമതികൾക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ശക്തമായി നിലപാടെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടുമായിരുന്നില്ല. ഇത് അടിത്തട്ടിൽ വരെ എല്ലാ തരത്തിലും അഴിമതി നടത്തുകയും അതിനെ പങ്കുപറ്റുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ഖജനാവായി മാറുകയും ചെയ്തു പിണറായി വിജയൻ. കേരളത്തിൽ എവിടെ വേണം ആർക്കും ഇവിടെ അഴിമതി നടത്താം. പാർട്ടിക്ക് കൊടുക്കാനുള്ള അവിടെ കൊടുക്കുക, പിണറായിക്ക് കൊടുക്കാനുള്ള കൊടുക്കുക, മോഷ്ടിക്കുന്ന ആൾക്ക് അവിടെ നിന്ന് എടുക്കാനുള്ള എടുക്കുക. ഇതായിരുന്നു പോളിസി. അതായത് കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിൽ, ഗ്രാമങ്ങളിൽ, എല്ലാ വാർഡുകളിലടക്കം ഇത്തരം അഴിമതികൾ അരങ്ങേറി. നമുക്കറിയാം, മണ്ണ് നികത്തുക, പാറമട പൊട്ടിക്കുക, അങ്ങനെ തുടങ്ങിയുള്ള, അതേപോലെ പോലീസ് സ്റ്റേഷൻ കേസുകൾ സെറ്റിലാക്കുക, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള അഴിമതികളാണ് കേരളത്തിൽ നടന്നിരുന്നത്. അങ്ങനെ ഒരു ഗുണ്ടാ മാഫിയനെ പിണറായി വിജയൻ വളർത്തിയെടുത്തു. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിണറായി വിജയൻ ഏതോ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു അധോലോക രാജാവായി വളർന്നു, ഒരു മാഫിയ കിങ്. അങ്ങനെ വളർന്ന് പോകുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു ഈ CPI. അവർ ഇതിനെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയൻ അമ്മയെ കൃത്യമായി CPI പറഞ്ഞ അനുസരിക്കുമായിരുന്നു. ആ അനുസരണം ഒരു ഘട്ടം എത്തിയപ്പോൾ ഇപ്പോൾ CPI കൊണ്ട് ഒരു ആവശ്യമില്ല എന്നുള്ള അവസ്ഥയെത്തി. ഇപ്പോൾ പ്രത്യേകിച്ചും എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരണമില്ല. അപ്പൊ ഭരണമില്ലാത്ത സമയത്ത് ഇനിയുള്ള സ്ഥാനങ്ങൾ ആപ്പാടെ കിട്ടിയത് ഒരു പ്രതിപക്ഷ സ്ഥാനവും ഒരു ഉപ സ്ഥാനവുമാണ്. അപ്പൊ പ്രതിപക്ഷ സ്ഥാനം പിണറായി വിജയനെ എടുത്തു, അടുത്ത സ്ഥാനവും ഇപ്പം CPM എടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഒരു കാരണവശാലും CPI വിട്ടുകൊടുക്കില്ല എന്നാണ്. പക്ഷെ ഇവിടെ CPI വിട്ടുകൊടുത്താൽ CPIയുടെ അന്ത്യം ആയി എന്ന് വേണം പറയാം. ഒരു വിലയില്ലാത്ത ഒരു സംസ്ഥാന സെക്രട്ടറി, അതേപോലെ കുറെ MLA-മാരും അവരെ കൊണ്ട് ഒരു മണ്ണാങ്കട്ടിക്കും കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. സാർ, ഇവിടെ നിർണായകമായ ചില നീക്കങ്ങൾ CPI നടത്തിയിട്ടുണ്ട്. കാരണം ഈ PM ശ്രീ പദ്ധതിന്റെ കാര്യമായിരിക്കും. അല്ലല്ല, ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വരെ കഴിഞ്ഞു. മന്ത്രിസഭ യോഗം കൂടി. ഇനിയിപ്പോൾ 19-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കണം. ഇതുവരെയും ഇടതുപക്ഷ MLA-മാരുടെ ഒരു യോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. യോഗം വിളിക്കാൻ സാധിച്ചാൽ മാത്രമേ സഭയിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളണം, സുശക്തമായ പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഏതൊക്കെ നടപടികൾക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ യോഗം വിളിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്നുള്ള കൃത്യമായി തന്നെ ഒരു പ്രതിസന്ധി, ഒരു കീറാമുട്ടിയാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് പരിഹാരം കണ്ടിട്ട് മതി MLA-മാരുടെ യോഗം വിളിക്കുക എന്ന് പറയുമ്പോൾ അത് CPM-നെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ഒരു നടപടിക്രമം തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് ഒരു നിയമസഭാ യോഗം കൂടുക എന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിന് മൊത്തത്തിലുള്ള ഒരു മീറ്റിംഗ് കൂടുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം നടക്കാതെ വരുന്നത് തന്നെ അവർ തമ്മിലുള്ള ഭിന്നിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് CPI പോവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ CPIക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ദുർബലയാണ്. ഇപ്പോൾ ഗർഭിണി എന്നുള്ള അവസ്ഥയിലാണ് CPI ഉള്ളത്. അപ്പോൾ ആ അവസ്ഥയിൽ ഇനിയും അവിടുന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വേറിട്ട് നിന്ന് കൃത്യമായി മുന്നോട്ട് പോയാലും നടക്കില്ല. കാരണം പിണറായി വിജയനെതിരെയുള്ള കേസുകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഓരോന്നോരോന്നായി മകൾക്കെതിരെ, മകനെതിരെ, ഭാര്യക്കെതിരെ, അതുപോലെ പിണറായിക്കെതിരെ,
അങ്ങനെ കേസുകളുടെ ഒരു കൂമ്പാരം വരാൻ പോണുള്ളൂ. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു സമുദ്രത്തിന്റെ നടുവിലാണ് ഇപ്പോൾ പിണറായി വിജയൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ, അതിന്റെ കൂടെ നിന്നിട്ട് കുറെ ഭരണപക്ഷത്തെ എതിർക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാ തരത്തിലും അടിമകളായി മാറി പിന്നെ നാളത്തെ ഈ പാർട്ടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പകരം അവർക്കോട് പങ്കാളിത്തമുള്ള ശരിയായ കാര്യങ്ങൾ ഒരുമിച്ച് നിന്നുള്ള പോരാട്ടം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പിണറായി വിജയൻ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ മുന്നണി എന്നുള്ള സാധനം തന്നെ ഇല്ലാതാകുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകും. CPI വേറെ CPM വേറെ എന്നുള്ള ലെവലിലേക്ക് പോകും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ CPI വിട്ടിട്ട് UDF കൂടെ പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവര് മുമ്പ് അതേപോലെ മുന്നണി ഉണ്ടായിട്ടുള്ളതാണ്. അച്യുതാനന്ദന്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. ആ രൂപത്തിലേക്ക് പോവില്ല എന്ന് പറയാം. രക്ഷപ്പെടാൻ വേണ്ടി CPIക്ക് അവസാനത്തെ വഴിയും സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറുഭാഗത്ത് 102 സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ആരെയും ആവശ്യമില്ല എന്നുള്ളതാണ് CPIന്റെ ദൗർബല്യം വരുന്നത്. സാർ, അങ്ങനെ അത് ഇപ്പോൾ സാർ ഈ പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മർമ്മം. കാരണം CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ 35 സീറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ CPIക്ക് ഇടതുപക്ഷത്തിൽ സ്വതന്ത്രമായ ഒരു സ്ഥാനമില്ല എന്ന് കണക്കാക്കി ഇനി UDFന്റെ കൂടെ ചേരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആവശ്യം തൽക്കാലം രാഷ്ട്രീയപരമായി അവർ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നില്ല. എന്നാൽ വരും കാലങ്ങളിൽ CPM രഹിത അല്ലെങ്കിൽ ഇടതുപക്ഷ രഹിത ഒരു കേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി CPIയും UDFും തമ്മിൽ അങ്ങനെ ആ ഒരു ധാരണയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ CPI ഉദ്ദേശിക്കുന്നത് അതാണോ എന്നൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാറ് വ്യക്തമായൊരു രാഷ്ട്രീയ ദിശയിലേക്ക് തന്നെയാണ് ആ കാര്യം കൊണ്ടുചെന്നിച്ചത്. ഇവിടെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയതും CPI തന്നെയാണ്. കാരണം സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ PM ശ്രീ എന്ന പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ ചൊല്ലിയാണ് അന്ന് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച് വരച്ച വരയിൽ നിർത്തിയത് CPI തന്നെയാണ്. കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംയുക്തമായി CPIയും CPM ചേർന്ന് ഇടതുപക്ഷം സമരം ചെയ്യുകയും നരേന്ദ്രമോദിയുടെ വർഗീയവൽക്കരണത്തിനെതിരെ ഫാസിസത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ട് കുറച്ച് ഫണ്ട് കിട്ടാൻ ആവശ്യമാണ്, ഫണ്ട് ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് സാധ്യമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്നും സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിണറായി വിജയനും മകൾക്കും എതിരായിട്ടുള്ള കേസുകൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് കേന്ദ്രത്തെ ഒരു കാരണവശാലും പിണക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരടിസ്ഥാനത്തിൽ കേന്ദ്രം മുന്നോട്ട് വെച്ച PM ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഐക്യരായമാനം പോയി ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു, ശിവൻകുട്ടിയും ചേർന്ന് എന്നുള്ളതാണ് പുറത്തു വന്നത്. അതിന് നിശിതമായി പിണറായി വിജയന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ എതിർത്തത് CPI തന്നെയായിരുന്നു. ആ ചൊരുക്ക് ഇപ്പോഴും CPIക്കുണ്ട്. തീർച്ചയായും അത് പിണറായി വിജയനും അന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയ ഒരു തീരുമാനം കൂടിയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഇപ്പോൾ CPI വീണ്ടും പിണറായി വിജയനെയും CPMനെയും പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും പ്രതിസന്ധി ആക്കുകയാണല്ലോ ചെയ്തത്. കാരണം അല്ല, ഇത് പ്രതിസന്ധി ആക്കല്ല, ന്യായമായിട്ട് CPIയെ കൂടെ നിർത്തി ഒരുമിച്ച് പോകാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉപനേതാവ് സ്ഥാനം കൊടുക്കും. കാരണം 10 വർഷം കൊണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷമനെ തകർന്നുപോയി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് PM ശ്രീ പദ്ധതി. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം നടത്തിയിട്ടാണ് പിണറായി വിജയൻ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ യഥാർത്ഥ ഒരു പ്രശ്നമില്ലാത്ത പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ CPI വിളിച്ച് അവർക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയന് കൊടുക്കാൻ പറ്റാത്തത് അപ്പുറത്ത് പിണറായി വിജയൻ വലിയ കുരുക്കിലാണുള്ളത്. ഇനി പിണറായി വിജയൻ അറിയാം, ഞാൻ എന്തായാലും കുടുക്കിലേക്ക് പോകും, മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കും. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള സംഭവ പരമ്പരകളാണ് തുടർച്ചയായി ഉണ്ടാവുക. അപ്പൊ ആ സന്ദർഭത്തില് പിന്നെ CPI ആ സമയത്ത് കൂടെ നിൽക്കുന്നുള്ള വിശ്വാസം ആർക്കില്ല, പിണറായി വിജയനില്ല. അപ്പൊ ഇപ്പോൾ തന്നെ CPIക്ക് ഒരു പണി കൊടുത്തു കളയാം എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞു വരുന്നത് CPMനകത്ത് പോലും പിണറായി വിജയന്റെ നില പരിങ്ങലിലാണെന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം പിണറായി വിജയൻ എത്ര കാലത്ത് ഇതെല്ലാം പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? കാരണം ഇതൊന്നും പുറത്തു വരാത്ത കാലത്താണല്ലോ പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക. അങ്ങനെ ഇല്ല പറഞ്ഞിട്ട് ഇപ്പം എല്ലാം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ
മകളുടെ ഇഷ്യൂ തന്നെ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. മകളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ നമ്മളൊക്കെ ഞെട്ടിക്കുന്നതായിരിക്കും വരാൻ പോണെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. സർ, അത് നമുക്ക് എന്തായാലും വിശദമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇവിടെ ഈ CPI അക്ഷരാർത്ഥത്തിൽ CPM വെട്ടിലാക്കിയിരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്ത ഒരു കാരണവശാലും ഈ ഇടതുപക്ഷ അവലോകന യോഗത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ നിയമസഭാ കക്ഷി യോഗം ചേരാൻ, ഇടതുപക്ഷത്തിന് നിയമസഭാ കക്ഷി യോഗം ചേരാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു, CPM വെട്ടിലായിരിക്കുന്നു. ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പോലും CPI ഒരു തീരുമാനമെടുത്താൽ ഇടതുപക്ഷത്തിന് അതിൽ പരം ഒരു നാണക്കേടും പരാജയവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാജയത്തേക്കാൾ വലിയ നാണം കെട്ടൊരു പരാജയം കൂടിയായിരിക്കും എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായിരിക്കും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അധികം വൈകാതെ കണ്ടറിയാൻ സാധിക്കും. 19-ാം തീയതിക്കകം ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത്. കാരണം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായൊരു തീരുമാനം കൈക്കൊള്ളണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് CPI മുന്നോട്ട് വച്ചിരിക്കുന്നത്.